കുറച്ച് വൈകിട്ടാണെങ്കിലും ഞാനും മൂന്നാറിലേക്കൊരു യാത്ര പോയിട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. മൂന്നാറിൽ ഞങ്ങൾ പോയത് കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള സൂര്യോദയം കാണാൻ പറ്റുന്ന കൊളുക്കുമലയിലേക്കാണ്. നമ്മളതാ കാണുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മൂന്നാറിലേക്ക്. അപ്പോൾ അവിടെ മൂന്നാർ അഡ്വഞ്ചേഴ്സ് എന്നൊരു ടീം നടത്തുന്ന ഒരു ടെൻറ്റ് ക്യാമ്പിങ്ങിലേക്കാണ് നമ്മൾ പോയത്. എല്ലാവിധ സ്റ്റേ ഫെസിലിറ്റീസും ഉള്ള ഒരു ടെൻറ്റ് ക്യാമ്പിംഗ് ആയിരുന്നു അത്. ടീ ഫോറസ്റ്റ് എന്നാണ് ആ ക്യാമ്പിൻ്റെ പേര്. ഈ ടീ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ തേയിലത്തോട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ തേയിലക്കാട് കാണുന്നത് ഞാനിത് ആദ്യമായിട്ടാണ്. അപ്പോൾ തേയിലക്കാടുകൾക്കിടയിലുള്ള ഒരു ടെൻറ്റ് ക്യാമ്പിംഗ് ആണ് അവിടുത്തെ പ്രത്യേകത. അങ്ങനെ നമ്മൾ ആ ടെൻറ്റ് ക്യാമ്പിങ്ങിലേക്ക് എത്തുന്നത് ജീപ്പ് സവാരി വഴിയാണ്. ഏകദേശം ഒരു 6 കിലോമീറ്ററോളം ദൂരം ജീപ്പിൽ നമ്മൾ യാത്ര ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് എത്തണം കേട്ടോ. കുറച്ചധികം പ്രയാസം തന്നെയായിരുന്നു അതിൻ്റെ മുകളിലേക്ക് എത്താനായിട്ട്. ശരിക്കും പറഞ്ഞാൽ താഴേന്ന് നമ്മൾ മുകളിലേക്ക് എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശന്നു. ശരിക്കും ഒരു അഡ്വഞ്ചർ തന്നെയായിരുന്നു കേട്ടോ ആ ജീപ്പിലെ സവാരി. ഇടയ്ക്കൊക്കെ ചെറിയ പേടിയൊക്കെ തോന്നിയിരുന്നു, എങ്കിലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ പകുതി ദൂരം എത്തിയപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് കുറച്ച് കാഴ്ചകളൊന്ന് ഫോണിൽ പകർത്തി. അപ്പോൾ അങ്ങനെ പകർത്തിയൊരു കാഴ്ചയാണത്. ശരിക്കും നല്ല പച്ചപ്പരവതാനി വിരിച്ച മലനിരകളായിരുന്നു കാണാൻ പറ്റിയത്. ഈ ഫോണിൽ കാണുന്ന പോലെയൊന്നും അല്ല, ശരിക്കും നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ നമ്മൾ ടീ ഫോറസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മളെ ആദ്യം തന്നെ അവർ വെൽക്കം ചെയ്യുന്നത് നല്ല അടിപൊളി കട്ടൻ ചായയും റസ്കും തന്നിട്ടാണ് കേട്ടോ. അങ്ങനെ ചായ കുടിച്ച് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നേരെ നമ്മുടെ ടെൻറ്റ് അവർ കാട്ടിത്തരും. അങ്ങനെ നമ്മൾ നേരെ ടെൻറ്റിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേയിലക്കാടുകൾക്കിടയിലുള്ള ടെൻറ്റ് ക്യാമ്പിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഏകദേശം ഒരു 100-120 വർഷത്തോളം പഴക്കമുള്ള തേയിലക്കാടാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് കേട്ടോ. ഈ കാണുന്നത് ബാച്ചിലേഴ്സിനൊക്കെ സ്റ്റേ ചെയ്യാനുള്ള ടെൻ്റാണ്. കുറച്ചുകൂടി താഴത്തോട്ട് ഇറങ്ങി ഈ കാണുന്നത് ഫാമിലി ആയിട്ടോ കപ്പിൾസൊക്കെ ആയിട്ട് വരുന്നവർക്ക്, കുറച്ചുകൂടി പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള ടെൻ്റാണ് ഇതിനിടയിലുള്ളത്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കേട്ടോ. നല്ല കാം ആൻഡ് ക്വൈറ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അങ്ങനെ രാത്രിയിലെ ക്യാമ്പ് ഫയറും നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പുലർച്ചെ 5 മണിക്ക് നമ്മളെ ട്രക്കിങ്ങിന് ക്യാമ്പ് ഹോസ്റ്റ് വന്ന് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ഏകദേശം ഒരു 2.8 കിലോമീറ്റേഴ്സ് ദൂരം നമ്മൾ നടന്നു ചെന്നെത്തുന്നത് കൊളുക്കുമലയിലെ സൂര്യോദയം കാണാനാണ്. ദ മാജിക് ഓഫ് മൂന്നാർ. നല്ല കുളിരുന്ന തണുപ്പായിരുന്നു കേട്ടോ. ഇത് പറയാൻ ഞാൻ വിട്ടുപോയി. ഇത്രയും തണുപ്പ് ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ്. കോടമഞ്ഞ് ഉണ്ടായിരുന്നില്ല. കോടമഞ്ഞിൻ്റെ ഒരു കുറവ് ശരിക്കും ഫീൽ ചെയ്തു. പക്ഷേ മല ഇറങ്ങുന്ന സമയത്ത് കുറേശ്ശെ കോട വരുന്നുണ്ടായിരുന്നു. സാധാരണ ഇവിടെ കോടമഞ്ഞിങ്ങനെ ഒഴുകുന്നതാണ് പതിവ്. പക്ഷേ നമ്മൾ പോയ സമയത്ത് കോടമഞ്ഞ് തീരെ ഉണ്ടായിരുന്നില്ല. എങ്കിലും സൂര്യോദയം തന്നെ നമുക്ക് മനസ്സ് നന്നായി നിറച്ചു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ നമ്മൾ ആ മലയുടെ മുകളിലേക്ക് എത്തിപ്പെടുന്നത്. പക്ഷേ എല്ലാ കഷ്ടപ്പാടും സഹിച്ച് നമ്മൾ നടന്ന് ചെന്നെത്തുന്നത് അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാനാണ്. ആ കാഴ്ച കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നൊരു കുളിര് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും കണ്ണും മനസ്സൊക്കെ നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണത്.
സൂര്യൻ അങ്ങനെ ഉദിച്ച് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. കുളുക്കുമലയിലെ സൂര്യോദയം കാണാനുള്ള തിരക്കാണ് നമ്മൾ ആ കണ്ടത് കേട്ടോ. കണ്ടില്ലേ ഇത്ര ഭംഗിയായിട്ട് സൂര്യൻ നിൽക്കുന്നതിന്. നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാണ്. കുറേയൊന്നും നമുക്ക് പകർത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല, എങ്കിലും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ കാഴ്ചകൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ കൊളുക്കുമലയിലെ സൂര്യോദയമൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ടെൻറ്റിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം വീണ്ടും തിരിച്ച് നമ്മൾ മല ഇറങ്ങുകയാണ്. ഒരു 4 കിലോമീറ്ററോളം നടന്നു തന്നെ. മണാലി പോകുമ്പോൾ ഓരോ എക്സ്പെഡീഷൻ അല്ലേ, കൊണ്ടുപോയാൽ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടേ മുഴുവൻ. കൊളുക്കുമലയിലെ പ്രശസ്തമായ സിംഗപ്പാറയാണ് കേട്ടോ ഈ കാണുന്നത്. ആ തിരക്കിനിടയിൽ നിന്ന് പകർത്തിയതാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മലയിറങ്ങി താഴത്തേക്ക് പോവുകയാണ്. നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ക്യാമ്പ് ഹോസ്റ്റ് ഉണ്ടാവും. നമ്മൾ മുകളിലേക്ക് ജീപ്പ് സവാരി വഴിയാണ് വരുന്നത്, പക്ഷെ അത്രയും ദൂരം താഴത്തേക്ക് നമ്മൾ തിരിച്ചിറങ്ങുന്നത് നടന്നിട്ടാണ് കേട്ടോ. പക്ഷെ ഷോർട്ട് കട്ട് ഉണ്ട്, നമ്മൾ വന്ന വഴിയല്ല നമ്മൾ പോവുക. വഴി കാട്ടിത്തരാനായിട്ട് ക്യാമ്പ് ഹോസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഏകദേശം ഒരു 4 കിലോമീറ്ററോളം താഴത്തേക്ക് നടന്നിട്ടാണ് നമ്മൾ മലയിറങ്ങുന്നത്. യാത്രകൾ ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു അഡ്വഞ്ചർ ട്രിപ്പ് പോകുന്നത് ഇതാദ്യമായിട്ടാണ്. ഓരോ യാത്രകളും നമുക്ക് ഓരോ ഓർമ്മകൾ സമ്മാനിക്കും. ഇനി എത്ര സൂര്യോദയം കണ്ടാലും കൊളുക്കുമലയിലെ സൂര്യോദയത്തിൻ്റെ ഭംഗി മുന്നിൽ തന്നെയായിരിക്കും.